രാമ 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 രാമ. യുദ്ധകാന്ഡം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാ രമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ. രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ. രാമകഥാമൃതപാലപൂർണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂഡൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ. ചെവിതന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞത് കേട്ടുള്ളിലാരൂഢമോദാൽ അരുൾ ചെയ്തിതാദരാ. ശ്രീരാമാദികളുടെ നിശ്ചയം ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ. ചിത്തെ നിരൂപിക്ക പോലും അശക്യമായബ്ധി ശതയോജനായതമശ്രമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിത് വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും ഇന്ദ്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകര ചക്രാതി പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം കടന്നു പോയി. രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണിന്നതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമേ ഇനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിൻ തിരമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതേ. ഭക്തിശക്തിയന്വിതമിത്രപുത്രോക്തികൾ യുദ്ധമാകർണ്യ കാകുൽസ്ഥനും തൽക്ഷണേ. മുമ്പിലാം മാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളീടിനാൻ. ലങ്കാവിവരണം.
ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ എന്നതു കേട്ടു തൊഴുതു പാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നത മതിൽ മൂർധനീ ലങ്കാപുരം പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനകമതില്ലതിൻ ചുറ്റുമേ ഗോപുരദ്വാരം. ഗോപുരം 4 ദിക്കിങ്കലുമുണ്ടതി ശോഭിതമായി അതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകളേഴു ഉണ്ടൊരുപോലെ. 7 നന്നാലു ഗോപുരപങ്ക്തിയും ചൂഴവും 28 ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്രഗാധമായി. ചൊല്ലുവാൻ വേറെ യന്ത്രപാലപങ്ക്തിയും അണ്ടർകോൻ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ ശക്തരായി. പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ 4ലും ഉള്ളതിൽ ഊർദ്ധം ഉണ്ടുഗ്രതയോട് നടു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുണ്ടത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ടതിൽ ഇരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാഭിരചിതാലങ്കാരഭേദമാതംഗാപഹം പറയാവതല്ലനന്ദനും തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനഹം. മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ. പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നം ഇങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞോര വിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവാൻ മന്നവ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്നേ ചൊല്ലിനാൻ. അഗ്രജൻ തന്നോടു മാതനാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു വല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ. വാലധിക്കഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ ലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനേൻ ത്വൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടു വിനിക്കാല വിളംബനം നന്നല്ല ലോ പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹത് പ്രസ്ഥാനമാശു കുരു. ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം. ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്ക് കൊടുത്തു. ദശാനനഹുംകൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാമിഭോ. പങ്കജനേത്ര പരം പുരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം
പടയ്ക്കോ ഉത്പന്നമോദം പുറപ്പെടുകേവരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനാക്ഷമാമൂലം ഹതിപ്രദം ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടു മേലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിമ്പടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാധി പ്രമുഖന്മാരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിംബേ സുമിത്രാത്മജൻ അംഗദോപരി സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലീ സമാനമാസമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടെ പുറപ്പെടുകേതുമേ വൈകരുതാടലും ഉണ്ടാകരുതാർക്കും വഴിക്കടോ യുദ്ധം അരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിന ആർത്തുർ വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയാവേകാൽ നടന്നു തുടങ്ങിനാൻ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർദ്ധി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടോ ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും ബുക്കോ മഹേന്ദ്രജലാന്തികേ മേവിനാൻ മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരയ കണ്ഠമർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാൻ അഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോട് അരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാൻ ഉപായവും വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളേണം സേനാധിപന്മാർ കൃശാനോ പുത്രിയാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാർ ഉപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധിയും വന്ദിച്ചു മേവിനാർ പർവ്വതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു വരുവിനാൻ നക്രചക്രൗഘ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നതരംഗാഢ്യമാഗതം ഇതോ തരണം ജൈവതിന്നാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായ കവികളും ആന്ധബുദ്ധ്യ രാമപാർശ്വേമരുവിനാൻ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷഭയ ക്രോധലോഭാദികൾ സൗഖ്യം മതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നത് ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കനില്ല രണ്ടാതുമേ സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാപരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതുമൊക്കെ ഓർത്താലബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന.
അക്കഥ നിൽക്ക ദശരഥപുത്രനും മർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേക്കര വന്നു വാരുതി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോട് മന്ത്രനികേതനം ബുക്കിരുന്നീടിനാൻ ആതിഥേയ സുരേന്ദ്രാദികൾക്കും മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാൻ അവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങളാരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോട് വന്നകം പുക്കോരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം നക്തഞ്ജനന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയ തോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ധി തന്നുത്തര തീരെ മരുവുന്നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥമവും യുദ്ധം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരു പോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതും ഉത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതും തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിൻ എന്നേകമത്യമായുള്ളവരും ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവതോ മധ്യമമായുള്ളത് മന്ത്രമതെന്നിയേ ചിത്താഭിമാനേന താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതും ബാധിച്ചു മറ്റേവനം പറഞ്ഞീർഷയാ കാലുഷ്യചേതസാ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നതമമാമെത്രയും എന്നാൽ ഇവനുടെ നമുക്കെന്ത് നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടുള്ള വിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാൻ നന്നെത്രയും ഓർത്തോളമുള്ളിൽ ഇതിനൊരു കാര്യം വിചാരം ഉണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നാരാകുലമെന്തു ഭവിച്ചിതു മാനസേ മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം ഭർത്താരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം വിശ്രുതയായൊരു കീർത്തി വളർന്നതും പുത്രനാം മേഘനീനാദനതോർക്ക നീ വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരെ പുഷ്കരമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും കാലനെപ്പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവും ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരും മറ്റുള്ളതു ചൊല്ലു നീ പിന്നെ മയനാ മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസശൈലമിളക്കി എടുത്തുടൻ ആലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിത്തെ ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലമാലോക്യ ഭീതി കലർന്നു വരുവന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം നാമൊന്നുപേക്ഷിക്ക കാരണാലേതും ഒരാമയമെന്നേ പൊയ്ക്കൊണ്ടതും അവൻ ഞങ്ങൾ ആരാനുമറിഞ്ഞാകിലെന്നുമേ അങ്കവൻ ജീവനോടെ പോകയില്ലല്ലോ യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മാനസെ കൽപ്പിച്ചയക്കുന്നതെന്നാകിലോ
മാനുഷജാതികളില്ല ലോകത്തിങ്കൽ, വാനരജാതിയും ഇല്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും എത്രയും പാരമിളപ്പും നമുക്കതോ ഉൾത്താരിലോർത്തരുളീണം ജഗൽപ്രഭോ. നക്തഞ്ചരവരരിദ്ധം പറഞ്ഞളവുൾ താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂഢമോദം നിജ പീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേന കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതും നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കോ തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുമുട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ ജീവിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മാനുഷനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതോ. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നി കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണോ. പ്രാണവിനാശം ഭവാനുമകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നിതെന്നാകിലും. ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാലും അടങ്ങുകയില്ലതോ. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം ഉപനയം നീയതു നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം ഞാനിതിന്നിനി. രാമനെയും മറ്റു വാനരൻ വീരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാകന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷനോ വന്നിടുമാപത്തു നിർണയം ഓർത്തുകാൻ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവാനനുജ്ഞയെ ചെയ്യില്ലെന്നാശരാധീശ്വരനോട് ചൊല്ലിടുവാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോട് പദ്യം വിഭീഷണൻ. രാക്ഷസരാധീശ്വരാ വീരാ ദശാനന, കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒന്നിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്കൽ. നക്തഞ്ചരാധിപമത്തനുന്മത്തൻ മൃഗസ്ഥൻ വികടനം സുപ്തഘ്ന യജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജങ്കനും കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും തൃശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റും ദേവാലികൾ വജ്രദംഷ്ട്രാദിവീരനും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തുമാവല്ലവനടോ നേരെ പൊരു ജയിപ്പതിനാരുമേ. ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനു
അല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിരൃതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല അവനീശാനനുമല്ല വേദാവുമല്ല ഭുജംഗാധിപനും അല്ലേതേ ഇല്ല ഇത്യാദിത്യരുദ്രവസുക്കളും അല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതന്മോ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്വാതവൻ പന്നിയായി മഞ്ഞിടം പരിപാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയാൽ ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ കൊന്നാൻ 21 തുടരാമനായി മാനവൻ മന്നവന്മാരെയും അസുരാംശമായാൽ അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതോ നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിയിടുവാൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദൻ ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുകമടിയാതെ മൈഥിലി ദേവിയെ കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാച്ചു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം ബുക്ക നേരത്തതിബാലകൻ താടകയെ കൊല ചെയ്താൻ ഒരമ്പിനാൽ കൗശികൻ തന്നെ ആകരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കും നൽകിനാൻ. തൃക്കാലടി വച്ചു കല്ലാം അഹല്യയ്ക്കോ ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാമയ്യൽ വിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാക്കിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതൻ ആക്കിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണയം ചാടിക്കടന്നിവിടേക്ക് വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്യക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേത്തവ നന്നു നന്നാകന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ തന്വെങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതീകളായിടുമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ച് തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുടെ ദുർനയം കൊണ്ടുവരുന്നതിന്നു നാമാളല്ല പോകെന്ന് വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളന്നേരമോർത്താൽ ഫലമില്ല. മന്നവ രാമശരമേറ്റു മൃത്യു വരുന്നേരമാമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതോ ഞാനിനി തരാം. ഞാനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുപ്പാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാരാരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതും ഓർക്ക നീ. രാക്ഷസരാജാ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങല. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊടുത്തു സുഖിച്ചു വസിക്ക നീ.
സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പദ്യമായുള്ളത് ഒന്നത് കേട്ടോരു നക്തഞ്ചരാധിപനായ ദശാസനും ക്രുദ്ധനായ സോദരനോട് ചൊല്ലിയിടിനാൻ, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരികെ വരും മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്നതേവനും മൃത്യുവരുത്തും അവരെന്നു നിർണയം. ഇത്തരം എന്നോട് ചൊല്ലികിലാശു നീ വധ്യനാം, എന്നാൽ അതിനില്ല സംശയം. നക്തഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവോർത്താൽ വിഭീഷൺ ഭാഗവതോത്തമൻ മൃത്യുവശകതനായ പുരുഷനോ സിദ്ധൌഷധങ്ങളുമേർക്കയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവപാദാംഭോജമെന്നെ മറ്റാരും ശരണം എനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊള്ളുവൻ. ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായവർ നിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാലയ മിത്ര ഭൃത്യൗഘവും നേദൂരെ പരിത്യജ രാമപാദാംബുജം മാനസത്തിങ്കൽ ഉറപ്പിച്ച് തുഷ്ടനായി വീണു മടങ്ങിനാൻ അഗ്രജൻ തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ, അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്ന് സേവിച്ചു കൊണ്ടാലും ഒരാമയം നിങ്ങതിനില്ലെന്നു നിർണയം. പോകായിലോ മമ ചന്ദ്രഹാസത്തിനീ കാന്തഭോജനമായി വരും നീയടോ എന്നത് കേട്ട് ഒരു ഭീഷണൻ ചൊല്ലിനാൻ, എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താപകമായ നിയോഗമനുഷ്ഠിപ്പേതെല്ലാം അത് സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതു, എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥകളത്രാദികളോടു മാത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥനന്ദിരേ രാമനായി ജാതനായാൽ ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതനായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന ആമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് ഭവാനുള്ളിൽ ഏൽക്കുന്നിതു വിപ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യതാത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഹരേ രാമ.